ശരി, ഇനി ഞാൻ ഒരുപാട് ഇട്ട് ചുറ്റിക്കണില്ല, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെയൊക്കെ മാനസിക സമ്മർദ്ദം അവസാനിപ്പിക്കാനായിട്ട് നാളെ മുതൽ ഒരു ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. എന്ത് ക്ലാസ്സാണ് സാർ? യോഗ ക്ലാസ്. നല്ല മിടുക്കനായിട്ടുള്ള ഒരു ട്രെയിനർ നാളെ രാവിലെ മുതൽ ഇവിടെ വരും. നിങ്ങളെ എല്ലാവരെയും യോഗ പരിശീലിപ്പിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം നല്ല മിടുക്കന്മാരായിട്ട് ഇവിടെ ജോലിക്ക് വരുമെന്ന് ഉറപ്പാണ്. യോഗ ഉള്ള ദിവസം നമുക്ക് ജോലി വേണ്ട? ഇല്ല, യോഗ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊക്കെ നല്ല ആക്റ്റീവ് ആവുമല്ലോ, പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ജോലിക്ക് വന്നോളും. അപ്പം നാളെ രാവിലെ 6 മണി മുതൽ നമ്മുടെ യോഗ ക്ലാസ് ആരംഭിക്കും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിക്കോളണം. മതി. റിലാക്സ്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ല സാറേ. ഇത് തുടർച്ചയായിട്ടുള്ള പരിശീലനം കൊണ്ടൊക്കെ തന്നെ നമുക്ക് സാധിക്കുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തേക്ക് പോവാം. ഇങ്ങനെ ഇരിക്കാമോ? പറ്റുന്നവരിയ്ക്ക്. ഇരിക്കൂ സോന സാറേ. ഇരിക്കാം, ഒന്നുമില്ല, വെറുതെ ഇരുന്നാ മതി, അത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഇരുന്നല്ലോ. അഞ്ഞൊന്നുമില്ല, അഞ്ഞ് കിടക്കുക. കിടക്കാൻ അങ്ങനെ കിടക്കരുത്. ഇനിതാ ഇങ്ങനെ കിടക്കുക. കൈ സൗകര്യത്തിന് ഇവിടെ കുത്ത. വെറുതെ കിടന്നാൽ മതി. കിടന്നല്ലോ. ഇനി എല്ലാരും എന്നെ നോക്കിയാൽ മതി, വെറുതെ നോക്കിയാൽ മതി. ഒരു കൈ ഇങ്ങനെ വയ്ക്കുക, മറ്റേ കൈയും ഇവിടെ വയ്ക്കുക, തല നേരെ വയ്ക്കുക. ഇനി ഇതാ ഇങ്ങനെ പൊങ്ങുക. അയ്യോ, പൊങ്ങിക്കോളൂ. സുഖമായിട്ടുള്ള കിടത്തല്ലേ? യോഗ ചെയ്യുമ്പോ വർത്തമാനൊന്നും പറയാൻ പാടില്ല. ഞാൻ പറയണത് നോക്കണ്ട. ശ്വാസം വിടാൻ പറ്റില്ല സാറേ, പിന്നെ എങ്ങനെ വർത്താനം? അപ്പൊ അങ്ങനെ സുഖമായിട്ട് നിൽക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ആശാന്മാരൊക്കെ? നന്നായിട്ട് പോണു. ഒക്കെ മടിയന്മാരാണ്. ആരെങ്കിലും ചെയ്യണതിൽ എന്തെങ്കിലും തെറ്റ് കാണിക്കണമെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാനൊന്നും ഒരു മടിയും വിചാരിക്കണം. ഇല്ല, കുഴപ്പമില്ല, അവർ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മാനസിക പിരിമുറുക്കമാണ്. അപ്പൊ അവരുടെ പിരിമുറുക്കമൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കണം. ഒരു തരി പിരിമുറുക്കം പോലും ആർക്കും ഉണ്ടാവില്ല. സാറിന് ചെയ്യാം. ഇല്ല, ഞാൻ ദിവസം ചെയ്യുന്നുണ്ട്. ആണോ? ഞാൻ ചെയ്തിട്ടാ വീട്ടിലോട്ട്. ശരി, യോഗ ചെയ്യാറുണ്ടോ? പിന്നെ ചെയ്യാം സാറേ. റിലാക്സ് ചെയ്തോളൂ. റിലാക്സ്. അതെ, ആ പായ നമുക്ക് കുറെ ദിവസത്തേക്ക് വേണ്ട, ആരും ചവിട്ടി കീറരുത്. ഇല്ല കേട്ടോ? ഓക്കെ, നമുക്ക് അടുത്തേക്ക് നോക്കാം. അടുത്തത് നോക്കാം. അധികം ഒന്നും ചെയ്തില്ലല്ലോ, ആകെ 2-3 ആസനങ്ങളൊക്കെ അല്ലേ നമ്മൾ ചെയ്ത് തുടങ്ങിയുള്ളൂ. സുഗതൻ, ഇത് എന്താണിത്? പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണിത്. നിങ്ങൾ അതിന് സീരിയസ്നെസ്സിൽ വരുമോ? സീരിയസ് ആയിട്ട് എടുക്കൂ. എല്ലാവരും സീരിയസ് ആയിട്ട് എടുത്തിട്ട് കുഴപ്പമില്ല. അതൊക്കെ മാറും. അത് തുടക്കമല്ലേ അല്ലേ? അതെ. എന്നൊരു കാര്യം ചെയ്യാം, ഇനി ഇരുന്നോളൂ. ശരിക്കും ഇരിക്കാം. കാല് മുമ്പിലേക്ക് നീട്ടി വെക്കുക.
ആ ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ നല്ല റിലാക്സ് ചെയ്തിരിക്കുന്ന പൊസിഷനാണ് അല്ലേ? അല്ലേ? ഇത് കുഴപ്പമില്ല. ആ ഇനി രണ്ടെണ്ണം കൂടി നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊന്ന് കാല് നേരെ ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ ആ ചേരട്ടെ ചേരട്ടെ ഇങ്ങനെ ചേരട്ടെ കാല്. ആ ഇനി അങ്ങനെ ആ ഈ കാലിനെ മുട്ട് ഇവിടെ നിലത്ത് മുട്ടിച്ചേ, നിലത്ത് മുട്ടിച്ചേ. ആ ഇതാ ഇങ്ങനെ പതുക്കെ. ആ എന്താ സൂതൻ സാറേ? ആ ചെയ്തോണ്ടിരുന്നോ? ആ അങ്ങനെ കുറെ അങ്ങ് ചെയ്തോ. സുധേ ഇങ്ങനെ പറക്കട്ടെ. ചിത്രശലഭം ഇങ്ങനെ പറക്കും പോലെ. ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആ സാറേ കാലിന്റെ ഇവിടെ വേദന ഉണ്ട്. പറ്റുന്നത് പോലെ മതി, പറ്റുന്നത് പോലെ മതി. അടുത്തത് ചെയ്യാം. ഇതൊക്കെ ഓർത്ത് വെക്കണം. ഓക്കെ. ആ ഈ കാല് നേരെ പിന്നിൽ വരട്ടെ. ആ തന്നെ ഇങ്ങനെ നിൽക്കുക. എല്ലാവരും ഇങ്ങനെ നിൽക്കൂ. ഇടത്തെ കാല് മുമ്പിൽ വെച്ച് വലത്തെ കാല് നിലത്ത് കുത്തിയിട്ട് നിൽക്കുക. ഓക്കെ. ഈ കാലിലേക്ക് ഇങ്ങനെ ഇരുന്നോളൂ സുഖമായിട്ട്. ഇരുന്നല്ലേ? ഇരുന്നോ? സുഗത സാർ ഇരിക്കണ പോലെ അല്ല. ഇനി മറ്റേ കാല്, ഈ കാലെടുത്ത് നേരെ ഇവിടെ വെക്കുക. സുഖാണ്, വളരെ സുഖാണ്. എന്തൊരു സുഖാണ്. വെച്ചില്ലേ? നീ കൈ നന്നായി തള്ളി പിടിക്കുക. നന്നായി തള്ളി പിടിക്കുക. അതങ്ങനെയല്ല. അതെ അതെ മാഷ് അതാ ഈ കാല് ഇങ്ങനെ, ഈ കൈ ഇങ്ങനെ. അതാ ഇതുപോലെ ചെയ്യരുത്, ഇതുപോലെ ചെയ്യരുത്, ഇതുപോലെ ആരും ചെയ്യരുത്. സിമ്പിളാ മാഷ് അല്ലേ മാഷ്? ശരി, നോക്കി ചെയ്യും. പറ്റുന്നത് പോലെ ചെയ്താൽ മതി കേട്ടാ. റിലാക്സ് റിലാക്സ്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇന്ന് ഇത്രയൊക്കെ മതി കേട്ടോ. ബാക്കി നമുക്ക് നാളെ നോക്കാം. അപ്പൊ എല്ലാവരും കിടന്നോളൂ. നമുക്ക് ശവാസനമാണ്. ശവാസനം. മലർന്ന് കിടക്കുക, മലർന്ന് കിടക്കുക. കാലൊക്കെ ഒന്ന് ചേർത്ത് വെച്ചോളൂ. ആ കൈ മലത്തി എവിടെ വെച്ചോ, മലർന്ന് കിടക്കട്ടെ. അങ്ങനെ റിലാക്സ് ചെയ്യാം കേട്ടോ. അത് വേണ്ട അത് വേണ്ട. അങ്ങനെ കിടത്തണ്ട. കിടന്ന് ഇവരെല്ലാം കിടന്ന് കളയും. ഡ്യൂട്ടി കയറുള്ളവരാ. അല്ല അത് വേണ്ട വേണ്ട, നമുക്കത് വേണ്ട. യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റിലാക്സ് ചെയ്യണം. അല്ല അത് വേണ്ട. ഇത് നമുക്കിപ്പോ അതല്ലല്ലോ. ഇവിടെ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് ഇവരൊക്കെ ഉള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞവരുണ്ട്. 10 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് 10 മിനിറ്റ്. അയ്യോ അത് പറ്റില്ല. ഡ്യൂട്ടിക്ക് ഇവര് തന്നെ വരണം. ഒരു 2 മിനിറ്റ് മതി. ആ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ആ കഴിഞ്ഞു. എല്ലാവരും എഴുന്നേറ്റോളൂ. അപ്പൊ നാളെ രാവിലെ ഇതേ സമയമാണ്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും പോയി റെഡിയായി ഡ്യൂട്ടിക്ക് കയറിക്കോ. അത് സാറേ അപ്പൊ നാളെ 6 മണിക്ക് വരണം. പിന്നെ നിങ്ങളുടെ പിരിമുറുക്കം കുറയ്ക്കണ്ടേ? ഇപ്പൊ എല്ലാവർക്കും പിരിമുറുക്കം മാറിയില്ലേ? നിങ്ങളൊക്കെ മുഖത്ത് അത് കാണാനുണ്ട്. നല്ല രസമുണ്ട്. സാറ് പറഞ്ഞത് എന്നാ ഡ്യൂട്ടിക്ക് വിട്ടോ. എല്ലാവരും എടുത്തോ. പായം തലേണ എടുത്ത് അല്ല പായം എടുത്തിട്ട് പാക്ക് ചെയ്തോ. പൊക്കോ ഡ്യൂട്ടിക്ക് കയറിക്കോ. ഇവിടെ പിടിച്ച് ഈ ഭാഗത്ത് പിടിച്ച് കുഴപ്പമില്ലല്ലോ അല്ലേ? മറിമായം